الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി 156-ാമത്തെ സൂക്തമാണ് സൂറത്തുൽ അഅറാഫിലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വക്തുബ് ലനാ ഫീ ഹാദിഹിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. വക്തുബ് ലന, നീ ഞങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തണം. ഫി ഹാദിഹി ദുനിയ, ഇഹലോകത്ത്, ഹസനത്തൻ, നല്ലതിന്, വഫിൽ ആഖിറത്തി, പരലോകത്തും ഞങ്ങൾക്ക് നല്ലതിനെ രേഖപ്പെടുത്തണം. ഇന്നാ ഹുദ്ന ഇലൈക, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഹുദ്ന ഇലൈക നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഖാല, അള്ളാഹു പറഞ്ഞു, അദാബി എൻ്റെ ശിക്ഷ, ഉസീബു ബിഹി അതിനെ ഞാൻ ബാധിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബാധിപ്പിക്കുന്നു, മൻ അശാഉ ഞാൻ ഉദ്ദേശിക്കുന്നവരെ, വ റഹ്മതി എൻ്റെ കരുണ, വസിഅത് അത് വിശാലമായിട്ടുണ്ട്, കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളോടും, ഫ സ അക്തുബുഹ എന്നിട്ട് ഞാൻ അതിനെ രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂന മുത്തഖികളാകുന്നവർക്ക്, ദൈവഭക്തി ഉള്ളവർക്ക്, വയുഅ്തൂന സകാത്ത സകാത്ത് കൊടുക്കുന്നവർക്കും, വല്ലദീന പിന്നെ ഒരു കൂട്ടർക്കും, ഹും അവർ, ബി ആയാത്തിന നമ്മുടെ വചനങ്ങളെ, യുഅ്മിനൂൻ വിശ്വസിക്കുന്നുമുണ്ട്. നമ്മളോട് അർത്ഥം പറയാം. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറ, നാഥ ഞങ്ങൾക്ക് നീ ഇഹലോകത്തും പരലോകത്തും നല്ലതിനെ രേഖപ്പെടുത്തണം. ഇന്നാ ഹുദ്ന ഇലൈക ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. ഖാല അപ്പോൾ അള്ളാഹു പ്രതികരിച്ചു, അദാബി എൻ്റെ ശിക്ഷ, ഉസീബു ബിഹി ഞാൻ അതുകൊണ്ട് ബാധിപ്പിക്കുന്നു, മുസീബത്ത് ആക്കുന്നു, മൻ അശാഉ ഞാൻ ഉദ്ദേശിക്കുന്നവരെ, വ റഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എൻ്റെ കരുണ എല്ലാറ്റിനേക്കാൾ വിശാലമാണ്, അല്ലെങ്കിൽ എല്ലാതിനോടും വിശാലമായിട്ടുണ്ട്. ഫസഅക്തുബുഹ ഞാൻ ആ കാരുണ്യത്തെ രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂന മുത്തഖീങ്ങളാകുന്നവർക്ക്, ദൈവഭക്തി ഉള്ളവർക്ക്, വയൂതൂന സകാത്ത സകാത്ത് കൊടുക്കുന്നവർക്കും, വല്ലദീന ഹും ബി ആയാത്തിനാ യുഅ്മിനൂൻ നമ്മുടെ സൂക്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർക്കും നാം നമ്മുടെ കാരുണ്യം രേഖപ്പെടുത്തും. അർത്ഥം വളരെ വ്യക്തമാണ്. ആശയം അറിയാത്ത പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു, അന്ത വലിയുന ഫഗ്ഫിർ ലന വർഹംന വഅന്ത ഖൈറുൽ ഗാഫിരീൻ എന്നാണ് അത് അവസാനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും സംഘത്തെയും 70 പേരെയും സീനാ പർവ്വതത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഈ 70 ആൾക്കാരെ അല്ലാഹു തആല ഒരു റജിഫത്തിലൂടെ ബോധരഹിതരാക്കി. അത് സംബന്ധമായി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹ് വിഡ്ഢികൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢികൾ ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കുകയാണോ? വേണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് തന്നെ നിനക്കത് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം
അന്ത വലിയുന ഫഗ്ഫിർ ലന വർഹംന വ അന്ത ഖൈറുൽ ഗാഫിരീൻ. അങ്ങനെയാണല്ലോ അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ പറയുന്നതും. വക്തുബ് ലന ഫി ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ. ഇതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നല്ലതിനെ രേഖപ്പെടുത്തണമേ. നമ്മൾ സൂറത്ത് അൽ ബഖറ പഠിച്ചപ്പോൾ 201 ആയത്തിൽ പറഞ്ഞില്ലേ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അവിടെ തന്നെയാണല്ലോ പറഞ്ഞത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ആ സൂക്തം പറഞ്ഞത്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ഇഹത്തിലെ പരലോകം മാത്രമല്ല, പരലോകത്ത് നന്മ കിട്ടണം, സ്വർഗം കിട്ടണം, നരകമുക്തി വേണമെന്ന് മാത്രമല്ല, ഇഹലോകവും അതോടൊപ്പം വിശ്വാസികൾക്ക് കൊതിക്കാവുന്നതാണ്. വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുവദനീയമായ വിഭവങ്ങൾ അതുകൂടി ദുനിയാവിൽ. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമയും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇഹലോകത്തിലെ വിഭവങ്ങൾ ലഭിക്കുക എന്നുള്ളതും ലഭിച്ചതിൻ്റെ തോതനുസരിച്ച് മാന്യമായി ധൂർത്തും ദുർവ്യയവുമില്ലാതെ പിശുക്കൊട്ടുമില്ലാതെ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളൊരു ആനുകൂല്യമാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാമയും ചോദിക്കുന്നത്, വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ ഇന്നാ ഹുദ്ന ഇലൈക. ഹാദ എന്നുള്ള ക്രിയയിൽ നിന്നുണ്ടായതാണ് ഹുദ്ന. ഹാദ എന്ന് പറഞ്ഞാൽ താബ എന്നൊരർത്ഥമുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങി. അതോടൊപ്പം ഹാദ എന്നുള്ളതിനൊരർത്ഥം യഹൂദ മതം സ്വീകരിച്ചു, യഹൂദിയായി. അതിനും ഹാദ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹാദ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ട ആൾക്കാർ അബദ്ധം ചെയ്തു, ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ഒരു അനുയായി കുറ്റം ചെയ്താൽ നേതാവ് മാപ്പ് ചോദിക്കും. ചിലപ്പോൾ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് പറയാറുണ്ടല്ലോ. സാധാരണ നമ്മുടെ അടിയിലുള്ള ഒരു പാർട്ടിയിലെ ഒരംഗം അയാൾ കുറ്റം ചെയ്തിട്ട് അയാൾ അതിനെ സംബന്ധിച്ചൊന്നും പറയണില്ലെങ്കിൽ ആർക്കാണോ ഇതിൻ്റെ പ്രയാസമുണ്ടായത് അവർക്ക് വേണ്ടി ചിലപ്പോൾ പാർട്ടി നേതാക്കന്മാർ മാപ്പ് ചോദിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനത പശുക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ അവർക്കുള്ള പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ അവർ ഈ ശിർക്ക് ചെയ്തവരെ ശിക്ഷിക്കണം. അങ്ങനെ ഒരു സംഭവം നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ ഇന്നാ ഹുദ്ന ഇലൈക. അത് പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന പ്രാർത്ഥന പോലെ തന്നെയുള്ളൊരു പ്രാർത്ഥനയാണ്. വക്തുബ് ലനാ, നീ രേഖപ്പെടുത്തണം, നീ വിധിക്കണം, നീ നിയമമാക്കണം എന്നൊക്കെ അതിനർത്ഥം ഉണ്ടല്ലോ. കതബ എന്നുള്ളതിനുണ്ടായതാണ്. ഞങ്ങൾക്ക് ഇഹലോകത്ത് നല്ലത് വേണം. ഏത് കാര്യത്തിലൊക്കെ? എല്ലാ കാര്യത്തിലും. ആരോഗ്യം വേണം, വിജ്ഞാനം വേണം, സാമ്പത്തിക സൗകര്യങ്ങൾ വേണം, കുടുംബം നന്നാവണം, കുട്ടികൾ നന്നാവണം, പേരക്കുട്ടികൾ നന്നാവണം, ഞങ്ങളുടെ ചുറ്റുപാട് നന്നാകണം, ഞങ്ങളുടെ ഭരണകൂടം നന്നാകണം. എന്തൊക്കെ കാര്യങ്ങളാണോ ഇഹലോകത്ത് നമ്മുടെ സുഗമമായ ജീവിത സന്ധാരണത്തിന് ആവശ്യം, അതൊക്കെയും നന്നാക്കി തരണേന്നാണ്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ. പരലോകത്തും. അത് ബനു ഇസ്രായേൽക്കാരോട് ചോദിക്കുമ്പോൾ ബനു ഇസ്രായേൽക്കാർക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അവരിപ്പോൾ ഉള്ളത് മരുഭൂമിയിലാണ്. അവിടുത്തെ ജീവിതം സുഗമമാക്കണം. അവർക്ക് ഫലസ്തീനിലേക്ക് പോകണം. ഫലസ്തീനിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടജനങ്ങൾ, അമാലിക്കകൾ പോലെയുള്ള വലിയ അക്രമികളായിട്ടുള്ള വലിയ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഭരണത്തിലുള്ളത്. അവരവിടെ നിന്ന് മാറ്റണം. ഫലസ്തീനിൽ ഞങ്ങൾക്ക് സ്വാധീനം നൽകണം എന്നിത്യാദി കാര്യങ്ങളുമൊക്കെ അതിൽ വരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പ്രയാസപ്പെടുത്തല ഇഹലോകത്ത്, ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള അന്തരീക്ഷം സംജാതമാക്കണേ എന്നൊക്കെ അതിൻ്റെ ആശയമാണ്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ ഇന്നാ ഹുദ്ന ഇലൈക. ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ചെയ്ത കുറ്റമൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കൂട്ടക്കാരുടെ അടുക്കൽ നിന്ന് അങ്ങനെ പറ്റിപ്പോയി, നീ മാപ്പ് നൽകണം. അങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ട്, ക്ഷമ ചോദിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അവിടെ ചെറിയ ജീം, അതിൻ്റെ ആശയം നമുക്ക് അറിയണ്ടാവുമല്ലോ അല്ലേ? അൽ വഖഫു ജായിസ്, അവിടെ നിർത്തൽ അനുവദനീയമാണ് എന്നുള്ളൊരു സൂചനയാണത്.
ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു അദാബി, എൻ്റെ ശിക്ഷയുണ്ടല്ലോ, അത് ഉസീബു അസാബനെ ബാധിച്ചു എന്നാണ്. ഉസീബു ഞാനത് ബാധിപ്പിച്ചു എന്നർത്ഥമുണ്ട്. അസാബ ബാധിച്ചു എന്നും ബാധിപ്പിച്ചു എന്നൊക്കെ അർത്ഥം സാന്ദർഭികമായി വരും. ഉസീബു ഞാൻ അതിനെ ബാധിപ്പിക്കും, മൻ ബിഹി അതിനെ, അതുകൊണ്ട് മൻ അശാവു ഞാൻ ഉദ്ദേശിക്കുന്നവരെ. അഥവാ ശിക്ഷാർഹരായി എൻ്റെ മുന്നിൽ വന്നിട്ട് പാപമോചനത്തിന് അർഹതയില്ലാത്ത, മാപ്പ് നൽകാൻ പാടില്ലാത്ത കൊടൂര കുറ്റവാളികൾക്ക് ആ ശിക്ഷ ഞാൻ ആസ്വദിപ്പിക്കും. കുറേ ആൾക്കാർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് വന്നേക്കും, അതെൻ്റെ വിവേചനാധികാരമാണ്, എൻ്റെ തീരുമാനമാണ്. എന്നാൽ ചില ആളുകൾ മാപ്പ് അർഹിക്കാത്തവരുണ്ടാകും. അവർക്ക് ഞാൻ ആ ശിക്ഷ കൊണ്ട് അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അദാബി ഉസൈബു ബിഹി മൻ അശാഉ. ഷാ എന്നുള്ളതിൻ്റെ അതാണ് യശാഉ. അത് ഞാൻ നാക്കാൻ വേണ്ടിയിട്ടാണ് അഷാഉ എന്ന് പറയുന്നത്. അവിടെ ഒരു സ്വാദും ലാമും അടിക്കൊരു യാവും നീട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അൽ വഖഫു ജായിസ് മഅൽ വസ്ലി ഔല. അൽ വസ്ലു ഔല എന്ന അത് ജായിസാണ് നിർത്തൽ, എന്നാൽ ചേർത്ത് ഇതാണ് നല്ലത്. അൽ വസ്ലു ഔല, നിർത്തൽ അനുവദനീയമാണ്, എന്നാൽ ഏറ്റവും നല്ലത് ചേർത്ത് ഓതുകയാണ്. അതാണ് അൽ വസ്ലു ഔല എന്നതിനർത്ഥമല്ല. അൽ വഖഫു ജായിസുൻ മഅൽ വസ്ലി ഔല. അതാ ഉസീബു ബിഹി മൻ നശാ വറഹ്മത്തി, എൻ്റെ റഹ്മത്ത് വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാറ്റിനോടും വിശാലമായി നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യം 100 എന്ന് കണക്ക് കൂട്ടിയാൽ അതിൻ്റെ 1% ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹ് വിട്ടിട്ടുള്ളൂ. ബാക്കി അള്ളാഹിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. 1%. ഈ 1% കൊണ്ടാണ് മനുഷ്യന്മാർ പരസ്പരം കരുണ കാണിക്കുന്നത്. വാപ്പയും ഉമ്മയും മക്കളോടും വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളൊക്കെ അവരുടെ. ഈ ലോകത്ത് കരുണ എന്ന് പറയുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം ഈ ദുനിയാവിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബാക്കി 99 എന്തിനാ അള്ളാഹ് പിടിച്ചു വച്ചിരിക്കുന്നത്? അത് നാളെ പരലോകത്ത് അവൻ്റെ അടിമകളോട് കരുണ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിലാണ് നമ്മളെ പ്രതീക്ഷയൊക്കെ ഉള്ളത്. 99 ഇപ്പോൾ ഉള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ അതന്നെ എത്ര വിശാലമാണ്. ഈ ഒരു കാരുണ്യമാണ് ലോകത്ത് ആദം നബി മുതൽക്ക് മനുഷ്യവാസം ജീവവാസം തുടങ്ങിയത് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ആരോട് കരുണ കാണിക്കുന്നു? ഉമ്മമാർ മക്കളോട്. അതിനൊന്നും ഒരു അറ്റമല്ല. ഒരു ഉമ്മ ഒരു കുട്ടീനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഉമ്മമാരും എല്ലാ കുട്ടികളോടും. അപ്പോൾ 99 കാരുണ്യം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർത്തമാനമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. പിന്നെ അതോടൊപ്പം കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹ് പറഞ്ഞതാ, അള്ളാഹുവിൻ്റെ സത്തയിൽ അവൻ രേഖപ്പെടുത്തി വെച്ചതാണ് കാരുണ്യം. റഹ്മാനും റഹീമും എന്ന വിശേഷണമാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹിനെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരുണ്യവാൻ, കരുണാനിധി. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറെ സമാധാനം നൽകുന്ന, ഏറെ ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. റഹ്മത്തി വസിഅത്ത്, വാസിഅ എന്ന് അള്ളാഹുവിനൊരു പര്യായം ഉണ്ടല്ലോ, വിശാലത എന്നാണ് അതിൻ്റെ അർത്ഥം. വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാറ്റിനേക്കാളും അല്ലെങ്കിൽ എല്ലാറ്റിനോടും വിശാലമാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നിലും മികച്ചു നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്താൽ നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഫസ അക്തുബുഹ, ഞാൻ ആ കാരുണ്യത്തെ രേഖപ്പെടുത്തും. ലില്ലദീന, ഒരു കൂട്ടർക്ക്, യത്തഖൂന, അവർ മുത്തഖീങ്ങളാകുന്നു. കണ്ട, ദൈവഭക്തി, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ ഇഷ്ടപ്രകാരം പരിവർത്തിപ്പിക്കുക. വയൂത്തൂന സക്കാ, സക്കാത്ത് കൊടുക്കും വേണം. സക്കാത്ത് പിടിച്ചു വെക്കുന്നവർക്ക് കിട്ടൂല. അപ്പോൾ സക്കാത്തും തഖ്വയും ഒരുമിച്ച് പറയാം. വല്ലദീനഹും, പിന്നെ അവർ ബി ആയാത്തിന യുഅ്മിനൂൻ, നമ്മുടെ വചനങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ അതുതന്നെയാണ് സമ്പൂർണമായും ശരിയായിട്ടുള്ളത്. അതിന് വിരുദ്ധമായതോ അതിനെതിരായതോ അതിന് നിരക്കാത്തതോ ആയ സകല ആശയങ്ങളും സകല ദർശനങ്ങളും സകല പ്രത്യയശാസ്ത്രങ്ങളും സകല വർത്തമാനങ്ങളും സകല ആദർശങ്ങളും കളവായിരിക്കും, തള്ളിക്കളയേണ്ടതായിരിക്കും, വിശ്വാസിക്ക് സ്വീകരിക്കാൻ കൊള്ളാത്തതാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിശ്വസിക്കുന്നവരും കൂടിയായിരിക്കും, അവർക്ക് കൂടിയായിരിക്കും നമ്മുടെ കാരുണ്യം നമ്മൾ രേഖപ്പെടുത്തുക. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകൂടെ വളരെ വേഗം അർത്ഥം പറയാം. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന വഫിൽ ആഖിറ,
അല്ലാഹ് ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നല്ലതിനെ നന്മയെ രേഖപ്പെടുത്തണമേ. ഇന്നാ ഹുദ്ന ഇലൈക, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഖാല, അള്ളാഹു പറഞ്ഞു, അദാബി ഉസീബു ബിഹി മൻ നശാ, എൻ്റെ ശിക്ഷ അത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാധിപ്പിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളോടും വിശാലമാകുന്നു. ഫസ അക്തുബുഹ, ഞാൻ അതിനെ രേഖപ്പെടുത്തും. ലില്ലദീന യത്തഖൂന, ദൈവഭക്തിയുള്ളവർക്ക്. വയൂത്തൂന സകാത്ത, സക്കാത്ത് നൽകുന്നവർക്കും. വല്ലദീന ഹും ബി ആയാതിന യുഅ്മിനൂൻ, നമ്മുടെ വചനങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പുലർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരും അവൻ്റെ വചനങ്ങളെ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നവരുമായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് വൽഹംദുലില്ലാഹി.